എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ്, അതിൽ യൂണിറ്റ് 4 ബ്ലൂംസ് ആൻഡ് ബ്രീസിലെ ആക്ടിവിറ്റി 14 ആക്ടിവിറ്റി 14ൻ്റെ പേര് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ന്യൂസുമായിട്ട് കഴിഞ്ഞ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ചോദ്യവും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, ആ ഒരു ന്യൂസ് പേപ്പർ വെച്ച് നോക്കിയിട്ടാണ് ആ ന്യൂസ് പേപ്പറത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അതിലുള്ളൊരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ 14ാമത്തെ ആക്ടിവിറ്റിയും വരുന്നത്. നമുക്ക് ആക്ടിവിറ്റി ഒന്ന് നോക്കാം. സം സ്നാപ്ഷോട്ട്സ് ഫ്രം മഞ്ച്കിൻ ടൈംസ് ആർ ഗിവൺ ബിലോ. മഞ്ച്കിൻ ടൈംസിലെ പ്രധാനപ്പെട്ട ചില സ്നാപ്ഷോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പത്രത്തിലെ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. പിക്ക് ഔട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്ത 4 വാക്കുകളുണ്ട്. കാർട്ടൂൺ, അഡ്വർടൈസ്മെന്റ്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ, ഹെഡ്ലൈൻ എന്നിവയാണ് ആ ഒരു നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ. താഴെ കൊടുത്തിരിക്കുന്നവ ഇതിലേതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? മഞ്ച്കിൻ ടൈംസ്. അതൊരു ന്യൂസ് പേപ്പറിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ കണ്ടാലും ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഹെഡിങ് ആയിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ മാതൃഭൂമി, മനോരമ എന്നൊക്കെ എഴുതുന്ന പോലെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത് മഞ്ച്കിൻ ടൈംസ് എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേര്, ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? ടൈറ്റിൽ ഓഫ് ദി ന്യൂസ് പേപ്പർ, ടൈറ്റിൽ ഓഫ് ദി ന്യൂസ് പേപ്പർ എന്ന് കൊടുക്കണം. രണ്ടാമതായിട്ട് നമുക്ക് ദ വിക്ഡ് വിച്ച് ഈസ് നോ മോർ, മഞ്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ്. ആ ഒരു വിക്ഡ് വിച്ച് ഇനി ജീവനോടെ ഇല്ല, മഞ്ച്കിൻ ലാൻഡ് എന്ത് ചെയ്യുന്നു? സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ആ ഒരു പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആ ഒരുമായിട്ട് ബന്ധപ്പെട്ട ഹെഡ്ലൈൻ അല്ലെങ്കിൽ തലക്കെട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കൊടുക്കാം. HEADLINE, ഹെഡ്ലൈൻ ആണ് അത്. ഇനി നോക്കി, അവിടെ ദ മിറാക്കിൾ ഇൻ മഞ്ച്കിൻ ലാൻഡ്. മഞ്ച്കിൻ ലാൻഡിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു. യു സേവ്ഡ് അസ് എന്ന് മഞ്ച്കിന് പറയുന്നു, യു ആർ അവർ ഹീറോ എന്ന് വേറൊരു മഞ്ച്കിൻ പറയുന്നു. രണ്ടെണ്ണമേ ഉള്ളൂ, അഡ്വർടൈസ്മെന്റും കാർട്ടൂണും. അതെന്തായാലും ഒരു അഡ്വർടൈസ്മെന്റ് അല്ല എന്ന് നമുക്ക് പറയാം, ഒരു പരസ്യമല്ല. പിന്നെ നമ്മൾ ബാലരമയിലും ബാലഭൂമിയിലൊക്കെ കണ്ടിരിക്കുന്നത് പോലെ അതൊരു അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? അഡ്വർടൈസ്മെന്റ് എന്ന് കൊടുക്കാം. അവിടെ കാർട്ടൂൺ എന്ന് കൊടുക്കാം. അതൊരു പരസ്യമാണ്, അത് പരസ്യമല്ല, അതൊരു കാർട്ടൂൺ ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നോക്കിയേ, ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്സ്. അതൊരു നമുക്ക് തൊപ്പികൾ കിട്ടട്ടെ, 50% ഓഫാണ്, മഞ്ച്കിൻ ഹാറ്റിൻ്റെ ഒരു പരസ്യമാണത്. അപ്പോൾ നമ്മൾ അവിടെ എന്തെന്ന് കൊടുക്കണം? അഡ്വർടൈസ്മെന്റ് എന്ന് കൊടുക്കണം. ADVERTISEMENT, അഡ്വർടൈസ്മെന്റ്സ്. ഇപ്പൊ നോക്കിയേ, ആദ്യത്തത് ടൈറ്റിൽ ഓഫ് ദി ന്യൂസ് പേപ്പർ ആണ്, രണ്ടാമത്തത് ഹെഡ്ലൈൻ ആണ്, മൂന്നാമത്തത് കാർട്ടൂൺ ആണ്, നാലാമത്തത് അഡ്വർടൈസ്മെന്റ് ആണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അപ്പോൾ വീഡിയോകൾ എല്ലാവരും കുറേ പേര് കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ കാണുന്നവരെന്ത് ചെയ്യുക? എന്തായാലും ഒന്ന് ആ ഒരു ലൈക്ക് ബട്ടണും സബ്സ്ക്രിപ്ഷൻ ബട്ടണും അമർത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.